ഇന്നത്തേക്കുള്ള ഇഡലിമാവ് അടുക്കളയിലേക്ക് പോകും. ഇട്ടിട്ട് മാവ് ഇളക്കുവാണ്. വന്ന കാലം തൊട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ടോ ചേച്ചി? കല്യാണം കഴിച്ച് വന്ന കാലം തൊട്ട് ഇവിടെ വന്ന് പഠിച്ചാണോ? ഇഡലി തട്ടത്തില് തുണി ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ 6 തട്ടാണുള്ളത് കേട്ടോ. ഒഴിച്ചു തുടങ്ങിയ ഇഡലിത്തട്ട ഏറി കേട്ടോ. ഇത് ഇങ്ങനെ എത്ര മണി വരെ പോകും? എത്ര മണി വരെ ഉണ്ടെന്നല്ല, തീരുന്നതനുസരിച്ച് പരിപാടി നിൽക്കും. രണ്ടാമത്തെ തട്ടും വെച്ച് 3 അടയ്ക്കുവാണ്. വെള്ളം തളിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യ തട്ട് ഇഡലി എടുക്കുവാണ്. കമത്തി വെച്ച് എന്നിട്ട് ഇത് എടുക്കുവാണ്. തുണി വെച്ചിട്ട് മാവ് കോരിയിടണം. ആ കണ്ടുപിടുത്തം വരെ ഇഡലി പിള്ളേച്ചൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. ഇന്നത്തെ തലമുറ അത് പിന്തുടരുന്നു എന്നുള്ളതാണ്. 3 തട്ടത്തിലെ ഇഡലി വെച്ച് ഇവിടെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കും, ആൾക്കാർ വന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു പ്ലേറ്റ് 4 എണ്ണമാണ്. മുട്ട റോസ്റ്റ് വന്നിട്ടുണ്ട്, താറാമുട്ടയാണ്, ഉഴുന്നുവട, കട്ടിച്ചമ്മന്തി വന്നിട്ട്, കടലക്കറി വന്നിട്ടുണ്ട്, പിന്നെ ലോസ് ചമ്മന്തി ഇഡലിയാണ്. പൂ പോലത്തെ ഇഡലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. ഇലക്കറിക്കകത്ത് തന്നെ ആദ്യം മുക്കാം.